ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനും ഏട്ടനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇന്നലെ അമ്മ അങ്ങ് വീട്ടിൽ പോയപ്പം അമ്മയുടെ കൂടെ പൊന്നൂട്ടിയും പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊന്നൂട്ടി ഇല്ലാതെ ഇവിടെ ഇരുന്ന് ബോറാണെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എങ്ങോട്ട് പോകണം, പിന്നെ പൊന്നൂട്ടി ഇല്ലാണ്ട് നമുക്ക് എങ്ങോട്ടും പോകാനും തോന്നുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ച് വെറുതെ ഒന്ന് ചായ കുടിച്ചിട്ട് വരാം. ലുലു മാളിൽ പോയി ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ്. 4:30 മണിയേ ആയിട്ടുള്ളൂ. ചോറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പൊന്നൂട്ടി അറിഞ്ഞാൽ ഞങ്ങളെ കൊല്ലും. പൊന്നൂട്ടി കുറേ നാളുകൊണ്ടേ ലുലു പോണം, ലുലു പോണമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ലുലുവിലും കയറാമെന്നാണ് അവിടുത്തെ പറഞ്ഞേക്കുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് കടയിൽ പോയിട്ട് സ്കൂട്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ കീ ഓഫാക്കാതെ വെച്ചിരുന്നത്. സ്റ്റാൻഡ് ഇടുമ്പോൾ വണ്ടി ഓഫാവും. അതുകൊണ്ട് പലപ്പോഴും പറ്റിയിട്ടുള്ള അബദ്ധമാണ്. ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയി. ഏട്ടൻ കിക്കറടിക്കാൻ നോക്കിയിട്ടൊന്നും റെഡിയായില്ല. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവോ എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. ഞങ്ങളൊരു 4:30 ആയപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇതിപ്പോൾ പോത്തൻകോട് എത്തിയപ്പോൾ നല്ല മഴക്കോളും ഒരു 6:30 7 മണി പോലായിട്ടുണ്ട്. പക്ഷേ 4:30 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുള്ളൂ. നല്ല മഴക്കോളുണ്ട്. ഇരുട്ട് കയറി വരുന്നു. രാവിലെയൊക്കെ നല്ല ഒരു അടിപൊളി മഴ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെയല്ല, ഒരു ഉച്ചയോട് അടുപ്പിച്ചപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലാണ്ട് നല്ല ചൂടും അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. നല്ല ചൂടായിരുന്നു. ഇനിയിപ്പം ഒരാഴ്ചത്തേക്ക് നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്. മഴയാണെങ്കിലാണ് പിന്നെ പാട്. പക്ഷേ എന്നാലും യാത്ര മഴയത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൊന്നൂട്ടിയുടെ യൂണിഫോം ഉണക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും പാട്. ആ കാണുന്നൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലാറ്റ് കഴക്കൂട്ടത്തുള്ള നികുഞ്ചം ഫ്ലാറ്റാണ്. പൊന്നൂട്ടി ഇതുവഴി എപ്പോഴും പാസ് ചെയ്ത് പോയാലും പൊന്നൂട്ടി പറയും, അമ്മ ഇത്രയും വലിയൊരു വീട് എനിക്ക് വാങ്ങിക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ വീടൊന്നും വാങ്ങിക്കാനുള്ള ഒന്നും നിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയും കയ്യിലില്ല, നീ ഉള്ള വീട്ടിൽ കിടന്നതെന്ന് പറയും. എപ്പോഴും പറയും, അമ്മ ഇത്രയും വലിയ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ. ഞാൻ പറഞ്ഞു, അവിടെ ഒരു ഫാമിലി അല്ല, അത് ഫ്ലാറ്റാണ്, ഒത്തിരി ഫാമിലീസ് ഉണ്ട് എന്ന് പറയും. ഇപ്പം സമയം 5:15 ഉള്ളൂ. നമ്മൾ കഴക്കൂട്ടത്തെത്തി. കണ്ടു കഴിഞ്ഞാൽ ഒരു 7 മണി 7:30 മണി ആയതായിട്ട് തോന്നും. നല്ല മഴക്കോള്, നല്ലൊരു മഴ പെയ്ത്. ആ ഭാഗത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ലൊരു മഴ പെയ്ത്. ഇവിടെ ചേട്ടനാണെങ്കിൽ 2 ദിവസം കൊണ്ട് ചെറിയൊരു ജലദോഷമുണ്ട്. ജലദോഷം വന്നു കഴിഞ്ഞാൽ മാറത്തില്ല. ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചായ മാത്രമേ കുടിക്കുള്ളൂ, ഞാൻ ഐസ്ക്രീമൊന്നും മേടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഐസ്ക്രീമൊന്നും വേണ്ട, ചായ മാത്രം മേടിച്ച് തന്നായെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനും വയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കുറേ നാളുകൊണ്ട് സൈഡ് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ സൂഹിക്കുകയാണ്. ഒരു 1 1/2 മാസം കൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. മറ്റേത് നമുക്ക് എത്രയും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നീ തന്നെ ഓട്ടിച്ചാൽ മതി എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നതാണ്. ഞാനിങ്ങനെ പോവുകയാണ്. സത്യം പറയാലോ, പൊന്നൂട്ടിയെ കൊണ്ട് പോകുമ്പം ഈ ഒരു റോഡൊക്കെ എത്തുമ്പോഴത്തേന് അങ്ങോട്ട് കയറുമ്പോഴത്തേനേ പൊന്നൂട്ടിക്ക് മനസ്സിലാവും ലുലുവിൽ പോണ വഴിയാണെന്ന്. പൊന്നൂട്ടി പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ എന്നാലും അവൾക്ക് അങ്ങോട്ട് ചെന്ന് ആ ഫണ്ടൂരിയിലൊക്കെ കയറി കഴിയുമ്പോൾ അവൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അവൾ ഫണ്ടൂരിയിൽ, അവളെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവളെ ഫണ്ടൂരിയിൽ കയറ്റാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവളെ സ്കൂളിൽ നിന്ന് ഫണ്ടൂരിയെ കൊണ്ടുപോകുന്നുണ്ട്. അവൾ അങ്ങനെ പോകണുണ്ട്. ഞാൻ വിടണ്ടാന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. കാരണം ദൂരെയുള്ള സ്ഥലമൊന്നും അല്ലല്ലോ, നമ്മളെപ്പോഴും പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ പോട്ടെന്ന് പറഞ്ഞ്. അത് പറയുന്നത് കേട്ടിട്ട് അവൾ പറഞ്ഞ്, ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പോണ വൈബ് അച്ഛൻ്റെയും അമ്മേടെയും കൂടെ പോകുമ്പോൾ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ പോട്ടെ എന്ന് വെച്ചിട്ട് പൊന്നൂട്ടി ഈ വ്യാഴാഴ്ച സ്കൂളിൽ നിന്ന് ഫണ്ടൂരിലോട്ട് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോഴും പിന്നെ ഞാനും കരുതി, എന്നാൽ പിന്നെ അവൾ പോയിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് പോയിട്ടൊക്കെ വരട്ടെ, പനിയും പിടിപ്പിച്ചോട്ട് വരാണ്ടിരുന്നാൽ മതി. ഞങ്ങൾ ലുലു മാളിൻ്റെ അകത്തുനിന്ന് ചായ കുടിക്കത്തില്ല. നേരത്തെയൊക്കെ കുടിക്കുമായിരുന്നു, 3 ഇരട്ടി വിലയും. പക്ഷേ അവിടുത്തെ ഒരു ഷോപ്പിലെയും ചായ എനിക്കിഷ്ടമല്ല, ഏട്ടനും ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ആ പോണൊരു സിറ്റി ഷട്ടിൽ ബസ്സിൽ എന്തെങ്കിലും കയറണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കുമോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ലുലു മാളിന് ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് സ്നാക്സ് എന്തോ പോക്കറ്റ് ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ട് എടുത്തില്ലെന്ന് തോന്നുന്നു. അതും വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ലുലുവിലോട്ട് കയറി. ഇതിപ്പോൾ സാറ്റർഡേ നൈറ്റാണ്, അതായത് സാറ്റർഡേ ഈവനിങ് ആണ് ഞങ്ങൾ പോയത്. സോറി, സാറ്റർഡേ അല്ല, സൺഡേ ഈവനിങ് ആണ് പോയത്. എനിക്ക് ദിവസങ്ങൾ മാറിപ്പോയതാണ്. അവിടെ ചെന്ന് അവിടുത്തെ തിരക്ക് കണ്ടാൽ തോന്നും ഈ ട്രിവാൻഡ്രം ജില്ലയിൽ കിടക്കുന്ന എല്ലാവരും വന്ന് ലുലു മാളിനകത്താണെന്ന് തോന്നും. താഴേക്കുള്ള പാർക്കിങ് ഫുള്ളായിരുന്നു. അവരവസാനം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഏറ്റവും ടോപ്പിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ വളഞ്ഞ് ഏട്ടന് ഭയങ്കര പേടി, വണ്ടിയുടെ സൈഡ് ഒരയോ എന്നൊക്കെ പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കയറിയിട്ടുള്ളതാണ്, ഞാൻ ഉരയ്ക്കത്തില്ല എന്നും പറഞ്ഞ്. അവസാനം എന്തായാലും ഒരു പാർക്കിംഗ് കിട്ടി. നമ്മളവിടെ എത്തി. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു സംഭവം നടന്നു. ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മൾ നോക്കിയതാണ്. അപ്പോഴും കാണാം അതിൻ്റെ എൻട്രൻസിലോട്ടുള്ള ഗ്ലാസ്സിൽ ഒരു കൊച്ച്, നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ, ഒരു കൊച്ച് ഓടി വന്ന് അവൻ്റെ തല ഇടിച്ചതാണ്. പക്ഷെ അവൻ അപ്പോഴേ അവൻ വല്ലാണ്ടായി, അവനങ്ങ് ബോധക്ഷയം പോലെയൊക്കെ അവൻ വന്ന് അവനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. അത് കളിച്ചതാണ്. ആ കുട്ടിയുടെ ഫാദർ അവിടെ കിടന്ന് നല്ല രീതിക്ക് അവനെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാൻ വിചാരിച്ചു വണ്ടികൾ തമ്മിലെങ്ങാനും പാർക്കിംഗ് സ്പേസ് അല്ലേ ഇടിച്ചതായിരിക്കുമെന്നും പറഞ്ഞാണ് ഞാൻ നോക്കിയപ്പോൾ ആ കൊച്ച് വന്ന് ഓടി വന്ന് അവൻ കണ്ടു. അവൻ ആ ഗ്ലാസ് ഉള്ളത് അവൻ കണ്ടതാണ്. പക്ഷേ 6 7 വയസ്സ് വരും. കുരുത്തക്കേടൊക്കെ ആയിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ചതാണ്. ഇവിടെ ഹാർലി ഡേവിഡ്സൻ്റെ കുറച്ച് ബൈക്കുകൾ ഒരു 2, 3 ബൈക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എപ്പോഴും വന്ന് എന്തെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് നോക്കും. കഴിഞ്ഞതിൻ്റെ മുന്നേ ഒരു വട്ടം വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഹൈ റൈഡറിൻ്റെ കാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതും വന്ന് കുറേയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ വന്നതാണെങ്കിൽ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കറങ്ങും. ഇപ്പോൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ അധികം കറങ്ങത്തില്ല. കറങ്ങിയാൽ പൈസ പോകും. പിന്നെ നമ്മൾ iPhone 17 Pro Maxൻ്റെ ഏതെങ്കിലും പീസസ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലുലു കണക്റ്റിൽ കയറിയിട്ടൊന്ന് നോക്കുവാണ്. നമ്മുടെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളം ഒട്ടും കൊള്ളത്തില്ല. അതിൽ ഫുള്ള് പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു പ്യൂരിഫയർ മേടിക്കണമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് അവിടെ നോക്കിയതാണ്, മേടിച്ചതൊന്നുമില്ല. ഈ ഒരു ഷോപ്പിൽ ഒത്തിരിയും ഫുഡ് ബ്ലോഗേഴ്സ് ഇവിടുത്തെ അവിൽ മിൽക്ക് കിടിലമാണെന്നും പറഞ്ഞ് വ്ളോഗുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. റീൽസ് ആയിട്ടായാലും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടായാലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബൂസ്റ്റ് സ്പെഷ്യൽ അവിൽ മിൽക്ക് ഒരെണ്ണേ മേടിച്ചോളൂ, ഏട്ടന് ജലദോഷമായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഓർഡറൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ പറഞ്ഞ് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിച്ചോ, എൻ്റെ ഇതിൽ നിന്ന് തരത്തില്ല എന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിൽ മിൽക്ക് വന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതിലും നല്ല കിടിലം അവിൽ മിൽക്ക് നമ്മുടെ ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ കിട്ടും. എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല. വളരെ മോശമായിരുന്നു. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പരമ ബോറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏട്ടന് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഫ്രണ്ടിൽ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ആ ഐസ്ക്രീമിന് മാത്രമേ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ താഴെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നീട് എത്രയോ 100 രൂപയോ മറ്റോ ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് ഫുള്ള് കുടിച്ചു. കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കിയിരുന്നു. ഈ വട്ടം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്തോട്ടേ പോയില്ല. ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ എന്തായാലും കുറേ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാരിയെടുക്കും. അതൊന്നും വലിയ ആവശ്യമുള്ളതൊന്നും ആയിരിക്കത്തില്ല. കയ്യിൽ നിന്ന് കുറേ പൈസയും പോയി കിട്ടും. സത്യമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പം വിചാരിക്കാം എടുക്കാം, ഇത്ര ഇതല്ലേ ഉള്ളൂ, ഇത്ര റേറ്റല്ലേ ഉള്ളൂ, എടുക്കാമെന്ന് വെച്ചിട്ട് എടുക്കും. പല വെട്ടോ ഒത്തം പറ്റിയതാണ്. അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഞങ്ങൾ പോവാറില്ല. നല്ല രീതിക്ക് പൈസ കയ്യിൽ നിന്ന് പോയി കിട്ടും. അതൊന്നും ആവശ്യമുള്ളതും ആയിരിക്കത്തില്ല. ഇനിയിപ്പോൾ പൊന്നൂട്ടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. പൊന്നൂട്ടിക്കൊരു ഫ്രോക്കോ എന്തെങ്കിലും എടുക്കണമെന്നും വെച്ചിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റുഡിയോയിലും മാക്സിലും ഒന്ന് കയറി. സ്റ്റുഡിയോയിലാണെങ്കിലേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെ സ്റ്റുഡിയോയിലും മാക്സിലും ഒക്കെ ഒന്ന് കയറി. നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ട്. ഏട്ടൻ പറഞ്ഞു വാങ്ങിക്കടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കമ്മലൊന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ നിന്ന് എടുക്കാമെന്ന് വെച്ച്. ഇത് നെയിൽ പോളിഷാണ് കേട്ടോ. നെയിൽ പോളിഷിൻ്റെ ക്യാപ്പാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ കാണാത്തതുകൊണ്ട് എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വക ഒരു ഐറ്റംസും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പൊന്നൂട്ടിക്ക് ബർത്ത്ഡേക്ക് ഇടാൻ ഒരു ജോഡി ഡ്രസ്സൊക്കെ മേടിച്ചു. അങ്ങനെ വെറുതെ അവിടെ കുറേ നേരമൊക്കെ നടന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ 10 മണിയായി. എനിക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു, ടോപ്പോ എന്തെങ്കിലും. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. ഏട്ടൻ പറഞ്ഞ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് ഞാനൊന്നും എടുത്തില്ല. ഞാൻ ഇപ്പോൾ അല്ലെങ്കിലും പുറത്തുനിന്നൊന്നും എടുക്കാറില്ല. നമ്മുടെ സ്വന്തം ഗ്ലാമീസ് ഉള്ളപ്പോൾ പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ്. പിറ്റേന്ന് വൈകിട്ട് നമ്മൾ പൊന്നൂട്ടിയെ വിളിക്കാനായിട്ട് പോവുകയാണ്. പൊന്നൂട്ടീനെയും അമ്മേനെയും വിളിക്കാൻ പോവുകയാണ്. ഉണ്ണിക്കുട്ടനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അമ്മ 2 ബെഡ്ഷീറ്റ്, ഞാനിവിടെ ഒരു കിടിലം ബെഡ്ഷീറ്റ് 2 എണ്ണം വാങ്ങിച്ചായിരുന്നു മീഷോയിൽ നിന്ന്. അമ്മയ്ക്കൂടെ ഓർഡർ ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞ് അത് ഇന്ന് വന്ന്. അപ്പോൾ പോണോണ്ട് എന്തായാലും അതങ്ങ് വീട്ടിൽ കൊണ്ട് വയ്ക്കാമെന്നും പറഞ്ഞ് 2 ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങുവാണ്. പോകുന്ന വഴിക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. മഴ. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കൊണ്ട് മഴ. അടിപൊളി മഴ. പക്ഷേ തുണി ഉണക്കുന്ന കാര്യം, മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മഴ അത്ര നല്ലതല്ല. പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാനും യാത്രകളും മഴ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് മഴയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനെ ചവിട്ടി വിട്ട് എങ്ങോട്ടെങ്കിലും മറ്റേ അച്ചൻകോവിൽ റൂട്ടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്കൊരു ദിവസം പോകാമെന്നൊക്കെ പറഞ്ഞ്. നടക്കുമോയെന്ന് എനിക്കറിയത്തില്ല, സമയം കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എന്നാലും പറ്റുമെങ്കിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരിക്കൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ സ്ഥലം. കുറേ ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല അടിപൊളി കിടിലം വൈബ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട്. ഏട്ടൻ അവിടെ പോയിട്ടില്ല. പോകാമെന്നൊക്കെ പറഞ്ഞ്, നടക്കുമെന്നറിയില്ല. കടയ്ക്കൽ വന്നപ്പോൾ അവിടെയൊന്നും മഴ പെയ്ത യാതൊരു ലക്ഷണവുമില്ല. അവിടെ മഴ പെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. കിളിമാനൂർ, വെഞ്ഞാറമ്മൂട് തൊട്ട് കിളിമാനൂർ വരെ നിർത്താതെ ഒരേപോലെ മഴയായിരുന്നു. പക്ഷേ കടയ്ക്കലൊന്നും യാതൊരു അനക്കവും ഇല്ല. ഒരു തുള്ളി വെള്ളം പോലും വീണതായിട്ട് ആ റോഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഉള്ളതാണ്. കടയ്ക്കൽ അമ്മയെ വിളിക്കാൻ പറയും, ഇവിടെയൊന്നും മഴ പെയ്തില്ലെന്ന് പറയും. ആ സമയത്ത് ഇവിടെ നല്ല മഴ പെയ്യാക്കുമായിരിക്കും. ഞാൻ പറയും അമ്മ ഇവിടെ ഭയങ്കര മഴ. അപ്പോൾ അമ്മ പറയും ഇവിടെയൊന്നും ഒരു തുള്ളി വെള്ളം പോലും വീണില്ലെന്ന് പറയും. അങ്ങനെ കടയ്ക്ക് ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ കാട്ടിലേക്ക് കിടക്കുകയാണ്. പൊന്നൂട്ടി ആ സ്റ്റെപ്പിൻ്റെ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂട്ടിക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ പൊന്നൂട്ടിയെ പറ്റിക്കാനായിട്ട് നമ്മൾ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് കേട്ടപ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കാം.
എന്ത് പറയുമെന്നറിയാമല്ലോ. അപ്പോൾ അവൾക്ക് മനസ്സിലായി നമ്മൾ തന്നെയാണെന്ന്. അങ്ങനെ അവൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ റിവേഴ്സ് എടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ അവൾ പറഞ്ഞ്, എനിക്കറിയാം നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ ബ്ലൂ കളറുണ്ടല്ലോ, എനിക്ക് തെറ്റിപ്പോയതാണ്, ബ്ലൂ കളറുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പറ്റിക്കാനല്ലേ നോക്കുന്നത്, എന്നെ പറ്റിക്കാനൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മടുത്ത് പറഞ്ഞിട്ട് അവളെ കണ്ടപ്പം 2 ദിവസമേ ആയുള്ളൂ അവൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്. എന്നാലും ഇപ്പോൾ അങ്ങനെ മാറി നിൽക്കാറൊന്നുമില്ല. ഇപ്പോഴല്ല, അവളങ്ങനെ നിന്നിട്ടില്ല. ഒരു 2 വർഷം മുന്നേ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം കല്ലറ സുരേഖ ചേച്ചിയുടെ കൂടെ നിൽക്കുമായിരുന്നു. അല്ലാണ്ട് അവളങ്ങനെ എൻ്റെ അടുത്തൊന്നും മാറി നിന്നിട്ടില്ല. അതിൻ്റെ പാട് എനിക്കും ഉണ്ട് അവൾക്കും ഉണ്ട്. ഇന്ന് അങ്ങനെ ഇപ്പം 2 ദിവസം മാറി നിന്ന് അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നിങ്ങ് വണ്ടിയിൽ കയറി കേട്ടോ. കമ്പൂട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ കമ്പൂട്ടായി മേടിച്ചില്ല. എപ്പോഴും കമ്പുമുട്ടായി. ഇപ്പം തന്നെ രാവിലെ അമ്മയെക്കൊണ്ട് കടയിൽ പോയി, രണ്ടുപേരുടെ കടയിലൊക്കെ പോയി കമ്പൂട്ടായി വാങ്ങിച്ചതാണ് ആ വായിക്കാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഇനി കമ്പൂട്ടായി വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. എന്തി കമ്പൂട്ടായി, എവിടെ കമ്പൂട്ടായി എന്നാണ് ആ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വായിരിക്കുന്ന തിന്നെ, ഇന്നിനി കമ്പൂട്ടായൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉള്ളിവട വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അതൊക്കെ കൊടുത്ത് സാറ് ആ പൊതിയൊക്കെ കൊണ്ട് ഇറങ്ങി പോവുകയാണ്. പക്ഷേ അത് കഴിച്ചൊന്നുമില്ല, വെറുതെ അതും കൊണ്ട് അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാം അവിടെ കഴിച്ചു, ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ ഒരു 7 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോഴത്തേനും പൊന്നൂട്ടി അവൾ അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ച് അവളുടേതായിട്ടുള്ള വ്ളോഗിങ് ആരംഭിച്ചു. എൻ്റെ അമ്മ വ്ളോഗ് എടുക്കുകയാണ് ഗേസ്, ഇതെൻ്റെ വ്ളോഗാണ് ഗേസ്, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഗേസ്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം അറിയാൻ കേട്ടോ. ഈ ഞാനിവിടെ പറയുന്ന കേട്ടിട്ട് നമ്മൾ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ സ്ഥിരം കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ കൂടെ തന്നെ അവളും കാണുന്നുണ്ട്. അങ്ങനെ കണ്ട് എന്നെക്കാളും നല്ലപോലെ ഇപ്പം അവൾ ഓൺ വോയിസൊക്കെ കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഓൺ വോയിസ് ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.